أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ, പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരെ, SKSSF പാടന്തറ ശാഖയുടെ റമളാൻ ക്യാമ്പയിനും തരംഗം യൂണിറ്റ് കാരവനുമാണ് ഈ ഷെയ്ഖുന ശംസുൽ ഉലമ നഗരിയിൽ നടക്കുന്നത്. ഈ പ്രൗഢമായ വേദിയിൽ നമ്മെ അഭിമുഖീകരിക്കാനിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫരീദ് റഹ്മാനി നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മൾ റമളാൻ നമ്മിലേക്ക് ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അഥവാ SKSSF എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ സംഘടന എന്താണ് ജനങ്ങൾക്ക് നിങ്ങളൊക്കെ SKSSFനെ കുറിച്ച് അറിഞ്ഞവരാണ്, കേട്ടവരാണ്, കേട്ടറിഞ്ഞവരാണ്. പല സമയത്തും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുസ്ലിം ഉമ്മത്തിനോട് അലിഞ്ഞു ചേർന്ന് നിന്ന ഒരു പ്രസ്ഥാനമാണ് SKSSF എന്ന് പറയുന്നത്. ഈ SKSSFനെ കുറിച്ച് പാടന്തറക്കാരായ നിങ്ങളോടോ അല്ലെങ്കിൽ നമ്മളോടോ ഒരു പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലെന്നറിയാം. എങ്കിലും എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എന്താണ് SKSSF ഇവിടെ ചെയ്തു വെച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പിറകോട്ടേക്കൊന്ന് സഞ്ചരിക്കുമ്പോഴാണ് SKSSF ഇല്ലായിരുന്നുവെങ്കിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ യുവത എങ്ങോട്ടാണ് പോയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം ഉമ്മത്ത് കാറ്റിലും കോളിലും ആടിയുലയുമ്പോൾ ഒരു പായ്മറൽ കപ്പൽ പോലെ ഒരു കപ്പിത്താനുണ്ടായിരുന്നു മുസ്ലിം ഉമ്മത്തിന്. സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ആ പണ്ഡിതൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന് ശിലയിട്ടുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ കാറ്റിലും കോളിലും ആടാതെ ഉലയാതെ പിടിച്ചു നിർത്തിയപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിന് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോയാൽ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ SKSSF എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുകയും നമ്മുടെ യുവാക്കളെ, തെറ്റിലേക്ക് പോകുന്ന യുവാക്കളോട് അരുത്, തെറ്റ് ചെയ്യരുതെന്ന് പറയാൻ യുവാക്കളിൽപ്പെട്ട പണ്ഡിതന്മാരെ മുൻനിർത്തിക്കൊണ്ട് SKSSF എന്ന് പറയുന്ന ഈ പഞ്ചാക്ഷരി യുവാക്കളെയും അതുപോലെയുള്ള യുവത്വ സമുദായത്തെയും പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മക്കളെ അരുത്, നമുക്കൊരു മഹത്തായ സംഘടനയുണ്ട്. ഈ മഹത്തായ സംഘടന ഇങ്ങനെയാണ് നമ്മളോട് വിഭാവനം ചെയ്യുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണമെന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും പാറ പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ അടിയുറച്ചു നിന്നപ്പോൾ അതിൻ്റെ യഥാർത്ഥ കീഴ്ഘടകമായ SKSSF എന്ന് പറയുന്ന ഈ ഒരു കീഴ്ഘടകം യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് പറഞ്ഞു, അരുത് മക്കളെ, തിന്മ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാരും പാണക്കാട്ടെ സാദീത്യങ്ങളും മറ്റുള്ള സാദാത്യങ്ങളും പറഞ്ഞപ്പോൾ ഒരു ഉമ്മത്തിൻ്റെ എല്ലാമായിരുന്ന യുവത എങ്ങോട്ടും പോകാതെ അവിടെ അടിയുറച്ചു നിന്നതാണ്. SKSSF കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഉമ്മത്തിനെ എങ്ങോട്ടും ഹറാമിലേക്ക് ചലിക്കാതെ പിടിച്ചു നിർത്തിയ ഒരേ ഒരു പ്രസ്ഥാനമാണ് SKSSF എന്ന് പറയുന്ന പഞ്ചാക്ഷരി. ഈ SKSSF ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെ ഒരു യോഗം കൂടുമായിരുന്നില്ല. എത്രയോ മഹത്തരമാണ് ഈ യോഗം. നമ്മുടെ മഹലിലുള്ള മുഴുവൻ ആളുകളെയും ഇവിടുത്തെ യുവാക്കൾ, ഇവിടുത്തെ SKSSFൻ്റെ പ്രവർത്തകർ ചെന്നിട്ട് വീടാന്തരം പോയിട്ട് നിങ്ങളോട് പറഞ്ഞതെന്താണ്? വരൂ, നിങ്ങൾ ഷെയ്ഖുന ശംസുൽ ഉലമ നഗരിയിലേക്ക് ഇൽമുകളെ കേൾക്കൂ നിങ്ങൾ എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിന് വളരെയേറെ സന്തോഷമുണ്ട്. നാഥൻ ഈ വേദിയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി ദുആ ചെയ്യുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ പല ഭാഗത്തേക്കും
നമ്മുടെ തമിഴ്നാട് എന്ന് പറയുന്ന ഈ മഹത്തായ ഒരു നാട് കേരളവുമായി തട്ടി നിന്നപ്പോൾ നമുക്ക് വലിയ നന്മകൾ കൊഴിയാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ എന്തായിരുന്നു എന്ന് നമ്മൾ ദൂരെ യാത്ര ചെയ്യുമ്പോഴാണ് സമസ്തയും കീഴ്ഘടകങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ മറ്റൊന്നായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നത് ഓരോ നന്മയുടെയും പ്രതിഫലം ഇതിന് ബീജാപാദം നൽകിയ മഹാന്മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു നന്മ കേട്ടു, നിങ്ങളതുപോലെ പ്രവർത്തിച്ചു, എന്നാൽ ഇതിൻ്റെ ഒരു കൂലി ഇതിൻ്റെ സംഘാടകരായ എളിയപ്പെട്ട പ്രവർത്തകർക്ക് ലഭിക്കുമെന്നുള്ള ഒരു ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടിയാണ് നമ്മളിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. കൈമൈ മറന്ന് ഞങ്ങളോട് സഹകരിച്ചവരുണ്ട്, നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നവരല്ല. ബഹുമാനപ്പെട്ട ഫരീദ് റഹ്മാനി ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം നാം അഭിമുഖീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട റഹ്മാനിയുടെ പ്രസംഗവും അത് കഴിഞ്ഞ് പാണക്കാട് സയ്യിദ് ഷൈർ അലി ശിഹാബ് തങ്ങളുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയും കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ ഭാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ഇവിടെ ഇറക്കി വെച്ചുകൊണ്ട് ഖാലിക്കായ റബ്ബിൻ്റെ മുമ്പിൽ റമളാൻ വരുമ്പോൾ നമ്മൾ ഒരു യഥാർത്ഥ മുത്തഖിയായി മടങ്ങാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. റയ്ഹാൻ എന്ന വാതിലിലൂടെ ഈ സദസ്സിലേക്ക് വന്ന കാരണം അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നിലർപ്പിതമായ വിഷയം ഈ മഹത്തായ യോഗത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ മഹത്തായ വേദിക്ക് ഭക്തി നിർഭരമായി പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച ഈ മഹല്ലത്തിൻ്റെ ഖതീബ് ബഹുമാനപ്പെട്ട മെയ്തീൻകുട്ടി റഹ്മാനി ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നീലഗിരി ജില്ലാ ട്രഷറർ കൂടിയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ അധ്യക്ഷന് വേണ്ടി വളരെ സർവാദരവോടുകൂടി ക്ഷണിക്കുകയാണ്. ഈ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നീലഗിരി ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട PK എംബാക്കവി ഉസ്താദാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെയും സർവാദരോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം മഹത്തായ യോഗം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട OKS തങ്ങൾ, നമ്മുടെ മഹല്ലത്തിൻ്റെ പ്രസിഡന്റും നമുക്ക് എന്തു ചെന്ന് പറഞ്ഞാലും ഒരു ആത്മസമൃദ്ധി ലഭിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, മഹാനായ തങ്ങളവറുകളെയും സർവാദരോടുകൂടി ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ യോഗത്തിലേക്ക് ഭക്തി നിർഭരമായി പ്രാർത്ഥന ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അവസാനം നമ്മളോട് സംവദിക്കുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് ഷൈർ അലി തങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങളെ അഭാവത്തിൽ തങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന്, ഈ വേദിയിൽ നമുക്ക് പ്രഭാഷണം നിർവഹിക്കുന്നത് നമ്മളെന്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാലും മതിയാകാത്തൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഫരീദ് റഹ്മാനി കാളികാവ്. അള്ളാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. കടമേരി റഹ്മാനിയ അറബി കോളേജിൻ്റെ CA-യും കാളികാവ് ഹിമ കെയർ ഹോം കെയറിൻ്റെ എല്ലാം അങ്ങനെ അതിന് വാക്കുകളുള്ളൂ. എല്ലാമായ ബഹുമാനപ്പെട്ട ഫരീദ് റഹ്മാനി കാളികാവ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇവിടെയുള്ള 2 ആളുകൾ അവരുടെ ഹോം കെയറിലുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഈ നന്മകൾ ചെയ്യുന്നതിൻ്റെ കാരണം ഇവിടെ വന്ന് നമുക്ക് പ്രസംഗം നടത്തുമ്പോൾ ആ സാധുക്കളോടുകൂടി അള്ളാഹു നമ്മയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമാറാവട്ടെ. പിന്നെ വേദിയിൽ ഒരുപാട് നേതാക്കൾ നമ്മുടെ വേദിയിലുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയണമെന്നുണ്ട്. എങ്കിലും നമ്മുടെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട നേതാക്കൾ, ബഹുമാനപ്പെട്ട ഇൻഷാ അല്ലാഹ് ഇവിടെ വരാമെന്നേറ്റ ബഹുമാനപ്പെട്ട ഷെരീഫ് ദാരിമി ഉസ്താദ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അബൂബക്കർ ബാക്കവി ഉസ്താദ് മോയിൻ ഫൈസി ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട മോയിൻ ഫൈസി ഉസ്താദിനെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട അനീഫ് ഉസ്താദ് നമ്മുടെ മദ്രസയുടെ സദർ ഉസ്താദ് കൂടിയാണ്. ഉസ്താദിനെയും സർവാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ SKSF-ന്റെ നീലഗിരി ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അനീഫ ഫൈലി, SKSF-ന്റെ കരുത്തനായ നീലഗിരി ജില്ലാ സെക്രട്ടറി അൻവർ ദാരിമി ഉസ്താദ് ഇവിടെ വരാമെന്നേറ്റ SKSF-ന്റെ ട്രഷറർ ഫൈസൽ കുറ്റുമൂച്ചി, ബഹുമാനപ്പെട്ട VK അനീഫാക്ക എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബാദ് സാഹിബ്, അതുപോലെ SKSF-ന് ഇവിടെ പൂർവ്വകാലത്ത് ഇവിടെ നേതൃത്വം നൽകിയ ഒരുപാട് നേതാക്കൾ, എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും സർവാദരവോടുകൂടി ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ
ബഹുമാനപ്പെട്ട ഈ മഹല്ലത്തിൻ്റെ ഇപ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കാരണവന്മാർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതമാശംസിച്ചുകൊണ്ട് അധ്യക്ഷനെ സ്ഥലത്താനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.